അപ്പോൾ ടി വി എസ് കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വണ്ടിയുടെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ എൻജിൻ തൂങ്ങി കിടക്കുന്നുണ്ടോ. ഇത് സൈലൻസറിൻ്റെ അളവ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം എൻജിൻ്റെ ബാർ ഒടിഞ്ഞേക്കണതാണ്. ബാർ ഒടിഞ്ഞിട്ട് ഇങ്ങനൊരു കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ഞാനിതിന് ഇളക്കി കാണിച്ചു തരാം, അപ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. വേണ്ട, ക്രോസ് ബമ്പർ എന്ന് പറഞ്ഞ സാധനം ഒടിഞ്ഞേക്കാനാണ്. അപ്പോൾ നമുക്കത് ചേഞ്ച് ചെയ്തിട്ട് വണ്ടി കണ്ടീഷനാക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സാധനമാണ് ക്രോസ് ബമ്പർ എന്ന് പറഞ്ഞ സാധനം. ഏകദേശം 2500 രൂപ വില വരുന്നതാണ്. അപ്പോൾ അത് ഒടിഞ്ഞേക്കണോണ്ട് അത് വെൽഡ് ചെയ്തിട്ടാൽ മതി എന്ന് ഞാൻ കസ്റ്റമറോട് പറഞ്ഞു. അപ്പോൾ കസ്റ്റമർ പറഞ്ഞു ഇനിയിപ്പോൾ വെൽഡ് ചെയ്തിട്ടാലും കുറച്ച് കാലത്തേക്കല്ലേ ഓടിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് പുതിയത് മാറിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സാധനം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ നമ്മുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളത് അയച്ചു തരുന്നതാണ്. കാരണം ഒരുപാട് നാളത്തേക്ക് ഇത് ഷോർട്ടായിരുന്നു കമ്പനിയിൽ. ഇപ്പോൾ നമുക്കത് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് വണ്ടിയിൽ ഒടിഞ്ഞിരിക്കണ ഭാഗം നമുക്ക് അഴിച്ചെടുക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഊരിയെടുത്തിട്ടുണ്ട്. എൻ്റെ പകുതി ഒടിഞ്ഞു പോയി, എൻ്റെ പകുതി പീസാണത്. പകുതി ഭാഗം കപ്പും ബോൾട്ട് എല്ലാണ്ട് പകുതി ഭാഗം അകത്തിരിക്കുന്നതാണ്. അപ്പോൾ അതും കൂടി ഊരിയെടുക്കട്ടെ. ഇതാണ് അതിൻ്റെ ബാക്കി ഭാഗം വന്നത്. നമുക്കിത് മാത്രമായിട്ട് ഊരിയെടുക്കട്ടെ. അതിന് വേണ്ടിയിട്ട് വേറെ ഈ സൈലൻസറോ കേബിളുകളോ പൈപ്പുകളോ ഒന്നും പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഒടിഞ്ഞ ഭാഗം. ഇത് മാത്രമായിട്ട് ഊരിയെടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇതാണ് കണ്ടീഷൻ, ഒടിഞ്ഞിരിക്കുന്ന കണ്ടീഷൻ. ഇവിടെ വെച്ചാണ് ഒടിഞ്ഞേക്കുന്നത്. അതിപ്പോൾ ഇത് മാറ്റാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മളാരോടും നിർബന്ധിച്ചത് മാറ്റാറില്ല. കാരണം ഇത്രയും വിലയായി. ഇപ്പോൾ 500 രൂപ ഉണ്ടായിരുന്ന സാധനമാണ്. ഇപ്പോൾ ഇത് കിട്ടാതെ ഷോർട്ട് വന്നതിന് ശേഷം ഇതിപ്പോൾ 2500 രൂപയാണ് ഇപ്പോൾ നമുക്ക് സാധനം കിട്ടണത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു പൈപ്പ് ഇട്ടിട്ട് ഇത് നമുക്ക് ചേർത്ത് വെച്ച് നല്ല രീതിയിൽ വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഞാൻ കസ്റ്റമറോട് പറഞ്ഞു നോക്കിയപ്പോഴും കസ്റ്റമർ പറഞ്ഞത് അത് ഇനിയും പൊട്ടാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അത് മാറ്റിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയത് ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഷെയ്ക്കും കാര്യങ്ങളും കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ക്രോസ് ബമ്പറിൻ്റെ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പുതിയ ക്രോസ് ബമ്പർ ഫിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു ഫൗണ്ടേഷനും കൂടെ, ഒരു ഫൗണ്ടേഷൻ ഇതിൻ്റെ ഉള്ളിലായിട്ട് കാണുന്നതാണ് ഒരു ഫൗണ്ടേഷൻ. പിന്നെ ഇവിടെ ഗിയർ ബോക്സിൻ്റെ ക്രോസ് വരുന്നുണ്ട്, 2 ബോൾട്ട് കണ്ടോ. എക്സ്ട്രാ ഒരു ചെക്ക് നെറ്റ് ഇട്ട് വേണം അത് ടൈറ്റ് ചെയ്യാനായിട്ട്. കാരണം എപ്പോഴും ലൂസ് വരുന്ന ഒരു പൊസിഷനാണ്. ആ ലൂസ് വന്നു കഴിയുമ്പോഴത്തേനും ഗിയർ ബോക്സിൻ്റെ ആ ഭാഗത്ത് അലൂമിനിയം ആയതുകൊണ്ട് അവിടെ ഒരച്ചിൽ വീണ് തേയ്മാനം വരും. പിന്നെ ഗിയർ ബോക്സിൻ്റെ ഇത് എന്തോരം ടൈറ്റ് ചെയ്താലും ടൈറ്റ് ആവില്ല, ആടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഫിറ്റിങ് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഇതാണ് ബോഡിയും സൈലൻസറുമായിട്ടുള്ള ഭാഗം വരുന്നത്. നേരത്തെ കണ്ട പോലെ സൈലൻസർ ഇപ്പോൾ തൂങ്ങിയിട്ടില്ല. അപ്പോൾ ഇതാണ് കറക്റ്റ് ഇതിൻ്റെ അലൈൻമെൻറ്റ് ഫിറ്റിങ് വരുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, സി യു.